ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വിദാത് ലേണിംഗ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന ടെക്സ്റ്റിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, കൺസെപ്ച്വൽ അനലൈസിസ്, ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, ചേഞ്ചസ് ഇൻ കാസ്റ്റ് സിസ്റ്റം എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ആ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷനെ കുറിച്ച് തന്നെ പറയാം. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു 3 പില്ലേഴ്സാണ് വില്ലേജ് കമ്മ്യൂണിറ്റി, ജോയിൻറ്റ് ഫാമിലി, കാസ്റ്റ് സിസ്റ്റം എന്നീ സംഭവങ്ങൾ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹിന്ദു സമൂഹത്തിലെ ഹിന്ദു റിലീജിയനെ തന്നെ വിളിക്കപ്പെടുന്ന സംഭവം വേൾഡ്സ് കാസ്റ്റ് സൊസൈറ്റി എന്നാണ്. ഹിന്ദു സൊസൈറ്റിയെ തന്നെ വിളിക്കപ്പെടുന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ ഈ കാസ്റ്റിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ, അതായത് സോഷ്യലായിട്ടുള്ള വർഗീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ 4 വർണ്ണാസാണ് ഈ കാസ്റ്റിനായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയണത്. അപ്പോൾ ആദ്യമായിട്ട് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടുവരുന്നൊരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ രീതിയാണ്. അതായത് ഈ ഹിന്ദു റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ രൂപപ്പെട്ടിരുന്ന സംഭവമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഈജിപ്ഷ്യൻ കാലത്ത് തന്നെ ഈ കാസ്റ്റ് സിസ്റ്റം ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് മെക്സിക്കോ, പേർഷ്യ, മെഡിസ്, ഐബീരിയ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇന്ത്യയിൽ ഏകദേശം 2800 കാസ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 4 വർണ്ണാസാണ്, കാസ്റ്റുകളാണുള്ളത്: ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. അപ്പോൾ ഇതിനെ ചതുർവർണ്ണ എന്നാണ് പറയുക. ഇന്ത്യയുടെ ഈ കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷനെ ചതുർവർണ്ണ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ വെദിക് പീരീഡിലുള്ള നമ്മളെ വേദങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് കൺസെപ്ച്വൽ അനലൈസിസ് ഓഫ് കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ളൊരു സംഭവം, കൺസെപ്ച്വൽ അനലൈസിസിനെ കുറിച്ച് ആ പാഠത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഹെഡിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അതിലെന്താ വെച്ചാൽ, അതിൽ പ്രധാനമായിട്ടും കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് ഒരു പ്രധാനപ്പെട്ട സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 വർണ്ണാസ് ഉണ്ട് ഹിന്ദു റിലീജിയനിൽ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ കാസ്റ്റ് സ്പാനിഷ് വേർഡായ കാസ്റ്റ് എന്നുള്ളതാണ് ഡിറൈവ് ആയത്. പിന്നെ ഈ ഒരു ജാതി എന്നുള്ള സംഭവം ഒരു പോർച്ചുഗീസ് വേർഡിൽ നിന്നാണ് ജാതി എന്നുള്ള സംഭവം ഡിറൈവ് ആയെന്ന് പറയുന്നത്. പിന്നെ ഡെഫിനിഷൻസൊക്കെ പറയുന്നുണ്ട്. മജുംദാർ ക്ലോസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കാസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നോക്കി വെക്കുക. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റമാണ്. എന്തൊക്കെ വെച്ചാൽ ഓരോ സംഭവങ്ങളും അടിയിലിട്ടിട്ടുണ്ട്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റിന് ഹൈറാർക്കിയൽ നേച്ചർ ഉണ്ടാകും. അതായത് ഉയർന്ന ആൾക്കാർ പറഞ്ഞാൽ ബ്രാഹ്മണരായിരിക്കും. പിന്നെ ഏറ്റവും താഴ്ന്ന ആൾക്കാർ ശൂദ്രരായിരിക്കും. പിന്നെ രണ്ടാമത്തെ ആൾക്കാർ ക്ഷത്രിയാസ്, മൂന്നാമത്തെ ആൾക്കാർ വൈശ്യാസ്. അങ്ങനെയാണ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഹെറിഡിറ്റി പറഞ്ഞാൽ ഈ കാസ്റ്റ് പറഞ്ഞാൽ തലമുറയായി കൈമാറി വരുന്ന സാധനമായിരിക്കും. അനന്തരമായിട്ട് കിട്ടണമായിരിക്കും. ഒരാൾ ഏത് കാസ്റ്റിലാണ് ജനിച്ചത്, അയാളെ പിതാവ് ഏത് കാസ്റ്റാണോ അത് തന്നെയായിരിക്കും മകൻ ഉണ്ടാകുക. ലാക്ക് ഓഫ് മൊബൈലിറ്റി, ഒരു കാസ്റ്റ് മറ്റൊരു കാസ്റ്റിലേക്ക് മാറാനുള്ള ചാൻസ് കുറവായിരിക്കും. എൻഡോഗമി പറഞ്ഞ സമൂഹത്തിൻ്റെ ഉള്ളിൽ കാസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അവരെ കല്യാണം. പിന്നെ കാസ്റ്റിൻ്റെ ആൾക്കാർ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. പിന്നെ സോഷ്യൽ റെസ്ട്രിക്ഷൻ ഇത് ഫുഡ് ആൻഡ് വാട്ടർ. ചില ആൾക്കാർക്ക് അതായത് ഈ ബ്രാഹ്മണർക്കൊക്കെ കച്ച പക്ക എന്ന് പറഞ്ഞ 2 മീലുകളുണ്ട്. കച്ച പറഞ്ഞാൽ വാട്ടർ കൂട്ടിണ്ടാക്കിയ മീല്, പക്ക പറഞ്ഞാൽ നെയ്യൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ മീല്. അപ്പോൾ ഈ സാധാരണ ബ്രാഹ്മണർ എപ്പോഴും നെയ്യ് ഉപയോഗിച്ചിട്ടുള്ള പക്ക എന്ന് പറഞ്ഞ ഫുഡേ കഴിക്കുള്ളൂ. പക്ഷേ കച്ച എന്ന് പറഞ്ഞ ആൾക്കാർ ബാക്കികൾ കഴിക്കുന്ന ഫുഡാണ്. അപ്പോൾ ഈ നല്ല ബ്രാഹ്മണ ഭക്ഷണം ബാക്കിയുള്ള ജാതിക്കാർ കഴിക്കാൻ പറ്റില്ല. ബ്രാഹ്മണർക്കാണെന്ന് വെച്ചാൽ കച്ച എന്ന് പറഞ്ഞ ഫുഡും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഫിക്സഡ് ഒക്കുപ്പേഷൻ ആയിരിക്കും. എല്ലാവർക്കും കൃത്യമായ ജോലി ഉണ്ടാകും. അതായത് ബ്രാഹ്മണർക്ക് മതപരമായ കാര്യങ്ങളായിരിക്കും. പിന്നെ ക്ഷത്രിയർക്ക് പറഞ്ഞാൽ ഓലി യുദ്ധം ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റഡി പഠനങ്ങളൊക്കെ ആയിരിക്കും. വൈശ്യർ പറഞ്ഞാൽ അഗ്രികൾച്ചർ ആയിരിക്കും. പിന്നെ ശൂദ്രാസ് പറഞ്ഞാൽ ഇവരൊക്കെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ, ലേബറൊക്കെ ഈ ശൂദ്രർക്കായിരിക്കും.
പിന്നെ ടാബൂസ് പറഞ്ഞാൽ അവിടെ നിലനിൽക്കുന്ന ഓരോ ആചാരങ്ങളാണ്. ഡ്രിങ്കിങ്, ഈറ്റിങ് മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന ഒരു സോഷ്യലായിട്ടുള്ള ഓരോ കൾച്ചറുകളാണ് ടാബൂസ് പറഞ്ഞാൽ. അത് ഒരിക്കലും മാറില്ല എന്നാണ്. അതോറിറ്റി പറഞ്ഞാൽ ഓരോ കാസ്റ്റ് പഞ്ചായത്ത് ഉണ്ടാവും. അതിൽ ഓരോരുത്തർക്കും ഏറ്റവും ഉയർന്ന ആൾക്കാർ ബ്രാഹ്മണരായിരിക്കും. ഓർക്കാർക്കാരല്ല അതിന് അതോറിറ്റി ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓരോന്നിനും കൃത്യമായ സംഭവങ്ങൾ എന്താണ്, ഓരോ കാസ്റ്റിനും അതിൻ്റെ അതോറിറ്റി ഉണ്ടാവും. അതിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനൊക്കെ കൃത്യമായ പണിഷ്മെൻ്റ് ഉണ്ടാവും. അതൊക്കെ കാസ്റ്റ് പഞ്ചായത്തിൻ്റെ സംഭവമാണ് അതിൻ്റെയൊക്കെ അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ കൾച്ചറൽ ഡിഫറൻസസ് ആണ്. ഓരോ സംഭവങ്ങൾക്കും അതിൻ്റേതായ കൾച്ചർ ഉണ്ടാവും. ധർമ്മ, കർമ്മ എന്നൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കൾച്ചറായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഫങ്ഷൻസ് ഓഫ് കാസ്റ്റിൻ്റെ ഫങ്ഷനാണ് അടി കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. പിന്നെ അതിൽ ഒന്നാമത്തെ റെപ്രസെൻറ്റേറ്റീവ് ഡിവിഷൻ ഓഫ് ലേബർ. ഓരോരുത്തരും കൃത്യമായ ജോലി ഇതാക്കിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മണസിന് മതപരമായ സംഭവങ്ങൾ അങ്ങനെ ഓരോ ജോലികൾ പറഞ്ഞില്ല, അതിനനുസരിച്ചൊക്കെ ജോലി ഉണ്ടാവുക. മെയിൻറ്റെയിൻഡ് പ്യൂരിറ്റി ഓഫ് ബ്ലഡ്, അതായത് ഒരു മാരേജിലൂടെ പരസ്പരം ഒരേ സമൂഹത്തിൽ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. അപ്പോൾ ബ്രാഹ്മണസിനെ കല്യാണം കഴിക്കും. അപ്പോൾ അവർക്കുണ്ടാകുന്ന കുട്ടിയും ബ്രാഹ്മണായിരിക്കും. അപ്പോൾ ബ്ലഡിൽ പ്യൂരിറ്റി ഉണ്ടാവുന്നതാണ്. പിന്നെ പ്രിസർവ്ഡ് കൾച്ചർ എല്ലാവരും ഒരേമാതിരിയായിരിക്കും പ്രിസർവ് ചെയ്യുക എന്നാണ്. ഓരോരുത്തർക്ക് അവരാൻ്റെതായ കൾച്ചറായിരിക്കും പ്രിസർവ് ചെയ്യുക. പിന്നെ എല്ലാവരും സ്വന്തം ജാതിയുടെ കൾച്ചറിൽ ഉപയോഗിക്കുക ചെയ്യുക. ബാക്കിയുള്ള നമ്മൾ എടുക്കില്ല. ഡിഫൈൻഡ് എക്കണോമിക് പെർസ്യൂട്ട്, അതായത് ഓരോരുത്തർക്കും കൃത്യമായ ഒക്കുപ്പേഷൻ ഉണ്ടാവും. ജോലിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ പിന്നെ ഡെവലപ്ഡ് സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ, അതായത് ഒരു സമൂഹത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ജാതിയുടെ ഉള്ളിൽ തന്നെ കൃത്യമായ കോപ്പറേഷൻ ഉണ്ടാകും. പിന്നെ മെയിൻറ്റെയിൻ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. അതായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുക്കളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതായത് ഓരോരുത്തരും കൃത്യമായ ഡ്യൂട്ടി ഉണ്ടാവും അതൊക്കെ ചെയ്യാന്നനുസരിച്ചിട്ട്. പിന്നെ ഡിറ്റർമൈൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്, അതായത് ഓരോ ജാതിക്കും കൃത്യമായ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും. ഹെൽപ്പ് ഇൻ ഇൻ്റഗ്രേഷൻ ഓഫ് സൊസൈറ്റിയെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഇൻ്റഗ്രേറ്റിങ്ങിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്വാരണ്ടീഡ് സെക്യൂരിറ്റി, എല്ലാവരും സെക്യൂരിറ്റി എന്താണ്, അതായത് ഓരോരുത്തരും സ്വന്തം നോംസും വാല്യൂസും മാത്രം ഫോളോ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ മതി, അങ്ങനെ സെക്യൂരിറ്റി ഉണ്ടാവുമെന്ന് പറയുന്നത്. ഡിസ്ഫങ്ഷൻ ഓഫ് കാസ്റ്റാണ്, അതായത് കാസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെയാണ് കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നാച്ചുറൽ യൂണിറ്റിയാണ്. അതായത് ഒരു നാഷണൽ യൂണിറ്റിനെ പ്രയാസം ഉണ്ടാക്കുന്ന പറയുന്നത്. കാരണം കാസ്റ്റുകൾ പറഞ്ഞാൽ പരസ്പരം ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് തന്നെ ഒരു പരസ്പരം ഒരുമിച്ച് പോകില്ല. അൺടച്ച്ഡ് വരുന്ന പ്രധാന വിഷയമുണ്ട്, നമുക്കറിയില്ല. പിന്നെ ലോ സ്റ്റാറ്റസ് ഓഫ് വുമന് താഴെ മറ്റേ ലോ സ്റ്റാറ്റസേ ഉള്ളൂ. അതായത് അവർക്ക് തീരെ പരിഗണന ഉണ്ടാവില്ല. റെസ്ട്രിക്റ്റ് സോഷ്യൽ മൊബിലിറ്റി, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ, അതായത് ഇന്ന ജാതിയിലേക്ക് പോകാനോ അങ്ങനെയൊന്നും ഇതുണ്ടാവില്ല. പിന്നെ സോഷ്യൽ സോളിഡാരിറ്റി നഷ്ടപ്പെടുത്തും. അതായത് ഓരോരുത്തരും അവനവൻ്റെ കാസ്റ്റിൻ്റെ കാര്യം മാത്രം നോക്കുമ്പോൾ സോഷ്യലായിട്ടുള്ളൊരു ബ്രദർഹുഡോ ഇതൊന്നും കോപ്പറേഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ റോങ് ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ, അതായത് ജോലിയുടെ കാര്യത്തിലൊരു കൃത്യമായ ഇതില്ല എന്ന് പറയുന്നത്. അതായത് ഫങ്ഷന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡിസ്ഫങ്ഷനിൽ പറയുന്നത്. റിലീജിയസ് കൺവേർഷൻ, അതായത് മതമാറ്റങ്ങൾ ഉണ്ടാവും. അതായത് ഈ താഴെക്കിടയിലുള്ള ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്കും ക്രിസ്ത്യൻസിലേക്കൊക്കെ മാറും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഹാംഫുൾ ഡെമോക്രസി പറഞ്ഞാൽ ഈക്വാലിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണല്ലോ. പക്ഷേ ഇത് പറഞ്ഞാൽ ഇനീക്വാലിറ്റിയാണ് നേരെ. അപ്പോൾ അതിനെതിരാണെന്ന് പറയുന്നത്. പിന്നെ ക്രിയേറ്റ്സ് ഫാൾസ് സെൻസ് ഓഫ് പ്രസ്റ്റീജ് എമംഗ് ഹയർ കാസ്റ്റ്, ഈ ബ്രാഹ്മിൻസ് ഉയർന്ന ആൾക്കാരൊക്കെ വലിയ ആൾക്കാരാണ്, അവർ പ്യുവറാണ്, ബാക്കിയുള്ളവരൊക്കെ ഓലാണ് സുപ്രീം, ബാക്കിയുള്ളവരൊക്കെ താഴ്ന്ന ആൾക്കാരാണെന്നുള്ളൊരു ഇത് വരും എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ പ്രോഗ്രസ്സിനെ ബാധിക്കും. അതായത് ഈ ജാതിയിലുള്ള ആൾക്കാർക്ക് വേറൊരു ജാതിയിലേക്ക് പോകാനോ ഓല ഫുഡ് വാട്ടർ കാര്യങ്ങൾ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ തന്നെ കഴിവുള്ള ആൾക്കാർ മുന്നോട്ട് വരാനുള്ള സംഭവങ്ങളാണ്. അതായത് ചിലപ്പോൾ ഈ ജാതിയിലുള്ള ആൾക്കാരല്ല കഴിവുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, അവർക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവില്ല. അങ്ങനെ സോഷ്യൽ റിലേഷൻ ഉണ്ടാവില്ല, പരസ്പരം ഒരു സാമൂഹികമായ ബന്ധങ്ങൾ ഉണ്ടാവില്ല. അതായത് മിക്സഡാകാൻ പറ്റില്ല എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ. പിന്നെ ഒറിജിൻ ഓഫ് കാസ്റ്റിസം ഇൻ ഇന്ത്യയിലെ കാസ്റ്റിസത്തിൻ്റെ ഒറിജിൻ പറയുന്നത്, അതിനെക്കുറിച്ച് ഏകദേശം ചർച്ചകൾ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ലെന്ന് പറയുന്നത്. അതിലിപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ പറഞ്ഞാൽ അത് യൂറോപ്പിലും റോമൻ
മേഖലകളിലൊക്കെ ആര്യന്മാരാണ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് 2500 BC ഇന്ത്യ ആര്യൻസ് ഉണ്ടായതെന്ന് പറയുന്നത്. അതിനുശേഷം ഓരോ സംഭവങ്ങൾ കുറേ അതിനുശേഷം കുറേ എത്നിക് ഡിഫറൻസസുകൾ ഉണ്ടായിട്ടുണ്ട്, അതായത് ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ അത് ഫസ്റ്റ് ട്രഡീഷണൽ തിയറിയാണ്. ട്രഡീഷണൽ തിയറി പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ദൈവമായ ബ്രഹ്മാവിൽ നിന്നാണ് അദ്ദേഹമാണ് ഈ കാസ്റ്റിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രിയേറ്ററായിട്ടുള്ള ബ്രഹ്മാവ് തന്നെയാണ് ഇതിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മൺസ് ഉണ്ടാകുന്നു, കൈകളിൽ നിന്ന് ക്ഷത്രിയാസ് ഉണ്ടാകുന്നു, വൈശ്യാസ് അദ്ദേഹത്തിൻ്റെ തുടകളിൽ ഉണ്ടാകുന്നു, ആൻഡ് ശുദ്രാസ് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ നിന്നുണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട തിയറി വരുന്നുണ്ട്. പിന്നെ അതിൽ പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് പറയുന്ന കൃതികൾ മനുസ്മൃതി, പുരാണാസ്, രാമായണം, മഹാഭാരത, അതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട കൃതികളാണ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ധർമ്മ കർമ്മ എന്നുള്ള രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ധർമ്മ പറഞ്ഞാൽ എന്ത് പറഞ്ഞു വെച്ചാൽ അതായത് സമൂഹത്തിലുള്ള ഹിന്ദു മതത്തിലുള്ള കൃത്യമായ ആചാരങ്ങളും ഇതൊക്കെ പാലിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കാണ് ധർമ്മ. അതായത് അങ്ങനത്തെ ആൾക്കാർ ഒരു ധർമ്മയെ ലഭിക്കുന്ന ആൾക്കാരാണ്, അതായത് ധർമ്മ എന്ന് പറഞ്ഞ റിവാർഡ് കിട്ടും എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും പറയണത് എന്താ വെച്ചാൽ ഓരോ ഗോത്രിക ജാതി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ എം എൻ ശ്രീനിവാസ് ഈ ജാതിയെ അതിനെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തുന്ന ഒരാളാണ്. അടുത്ത പേജിൽ പറയുന്നത് പ്രധാനമായിട്ടും ഒരു കാസ്റ്റ് സിസ്റ്റം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഈ സംഭവങ്ങളൊക്കെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അതൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ള തിയറിയാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ ഓരോ ചില സമൂഹത്തിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാമത്തെ സംഭവങ്ങൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞാൽ ഈ നാല് ജാതി ഒരു വ്യത്യസ്ത ജാതികളായി കാണുന്നത് തന്നെ അതൊരു തെറ്റായ കാര്യമാണ്. അതായത് ശ്രീനിവാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്, അതായത് സൊസൈറ്റിയെ 4 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുകയാണ്, അത് ജാതി എന്നുള്ള പേരിന്. അപ്പോൾ അതൊരു ഒരു പ്രശ്നകരമായ ഒരു സമൂഹത്തിലൊരു റാങ്ക് കൽപ്പിക്കുന്നൊരു വിഷയമാണെന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും മൂന്നാമത്തെ സംഭവം ഫൈനലി എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ ചില കാസ്റ്റുകൾ, അതായത് കാസ്റ്റുകൾ പറഞ്ഞാൽ താഴ്ന്ന ആൾക്കാരാണ് ചില ഉയർന്നു വരുന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല. കാരണം ചില കാസ്റ്റുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്നല്ലാതെ എല്ലാ കാസ്റ്റുകളും അങ്ങനെ ഉയർന്നു വരണമെന്നില്ല എന്നാണ് മൂന്നാമത്തെ ഒരു ക്രിറ്റിസിസത്തിൽ പറയുന്നത്. പിന്നെ തിയറി ഓഫ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ആണ് രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രധാന വക്താവ് പറഞ്ഞാൽ ശരത് ചന്ദ്ര ജോയാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ദ്രാവിഡിയൻ ട്രൈബൽ സ്ട്രക്ചറും പിന്നെ ഇന്തോ ആര്യൻ വർണ്ണ സ്ട്രക്ചറും വേറെ സിസ്റ്റം വേറെ ഒരുമിച്ച് കൂടിയിട്ട് അതിൻ്റെ ഇൻറ്ററാക്ഷനാണ് കാസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് നയിച്ചിരിക്കുന്നതെന്നാണ്. പിന്നെ ഒക്കുപേഷണൽ തിയറിയാണ്. ഒക്കുപേഷണൽ തിയറിൻ്റെ പ്രധാന വക്താവാണ് നെസ്ഫീൽഡ് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ കാസ്റ്റ് പറഞ്ഞ ഒക്കുപേഷൻ്റെ ബേസിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതായത് എല്ലാ ആൾക്കാർക്കും എന്ത് ജോലിയും ചെയ്യാനുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരും കൃത്യമായ ജോലികൾ തിരഞ്ഞെടുത്തപ്പോൾ ഒക്കുപേഷൻ്റെ ബേസിലാണ് ഓരോ ജാതിപരമായിട്ട് തരംതിരിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒക്കുപേഷണൽ തിയറിയിൽ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പൊളിറ്റിക്കൽ തിയറിയാണ്. പൊളിറ്റിക്കൽ തിയറി പറഞ്ഞാൽ അതിലെന്താ പറയുന്നത് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പവർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ബ്രാഹ്മിൻസ് ആയിരുന്നു പൊളിറ്റിക്കലായിട്ട് പവറാവാണെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അവരതുകൊണ്ട് തന്നെ ഒരു ജാതികളായിട്ട് വ്യത്യസ്തമായ ജാതികളാക്കി തിരിച്ചു. അപ്പോൾ അവർക്ക് ഉയർന്ന ജാതിയായിട്ടുള്ളൊരു പരിവേഷം കിട്ടിയതോടുകൂടി അവർ പൊളിറ്റിക്കലായിട്ട് ഉയർന്ന ആൾക്കാരാകാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ജാതീയത ഉണ്ടാക്കിയതെന്നാണ് പൊളിറ്റിക്കൽ തിയറി പറയുന്നത്. പിന്നെ തിയറി ഓഫ് മാനയാണ് പറയുന്നത്. തിയറി ഓഫ് മാന, ഈ മാന എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ളൊരു സ്പിരിച്വൽ ആയിട്ടുള്ള പവറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ മാന പറഞ്ഞ ഹൈപ്പോത്തിസിസ് രൂപപ്പെടുത്തിയ സംഭവമാണ് ഈ കാസ്റ്റ് പറഞ്ഞത്. അതായത് ഓരോരുത്തരുടെ ഉള്ളിലുള്ളൊരു പവർ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഓരോ മനുഷ്യരെയും വ്യത്യസ്തമായ തരംതിരിവുകളാക്കി മാറ്റി തിരിച്ചെന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ആൾക്കാർ ഹട്ടൻ റോയും റൈസൊക്കെയാണ്. അപ്പോൾ അടുത്തതായിട്ട് അതിലിപ്പോൾ കുറേ കാര്യങ്ങൾ മാനയെക്കുറിച്ചൊന്ന്
കൃത്യമായി പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ക്രിറ്റിസിസം, മാനായിട്ടുള്ള ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമുള്ളൊരു സംഭവമാണ്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രം, അതായത് ഇന്ത്യയിൽ മാത്രമുള്ള വിശ്വാസമാണ്. പക്ഷേ കാസ്റ്റിസം എന്ന് പറഞ്ഞാൽ ലോകത്തിന് മൊത്തം രൂപപ്പെട്ട ഒരു സംഭവമാണെന്നാണ് മാനയെക്കുറിച്ചുള്ള ക്രിറ്റിസിസത്തിൽ പറഞ്ഞത്. പിന്നെ റേഷ്യൽ തിയറി ഓഫ് കാസ്റ്റ്, അടുത്ത തിയറിയാണ് റേഷ്യൽ തിയറി. അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവ് ഹെർബർട്ട് റിസ്ലിയാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കൾച്ചറായിട്ടുള്ള ക്ലാഷുകൾ, അതായത് റേസുകൾ മിക്സായിട്ട് രൂപപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയുന്നത്. അതായത് ഈ നമ്മുടെ ആര്യവംശജർ പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരാണ്. അവർ സമൂഹത്തിൽ ഉയർന്ന ആൾക്കാരാവണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അവർ മറ്റുള്ളവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അവർ ഉയർന്ന ഒരു പൊസിഷനിലെത്തി. അങ്ങനെയാണ് ഒരു കാസ്റ്റ് രൂപപ്പെടുത്തിയെന്ന് പറയുന്നത്. ആര്യവംശജർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് കാസ്റ്റ് രൂപപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോൾ റിസ്ലി അതിന് 6 സ്റ്റേജുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ ട്രഡീഷണൽ ഒക്കുപ്പേഷനിലെ ചേഞ്ചസുകൾ, അതായത് ആൾക്കാർ ഒരു പ്രധാനപ്പെട്ട ഒരു ജോബുകൾ കൃത്യമായി സെലക്ട് ചെയ്തു. പിന്നെ മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രധാനമായിട്ടും കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ എവല്യൂഷനിൽ 6 സ്റ്റേജസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒന്നാമത്തെ എന്താ വെച്ചാൽ ഒരു ട്രഡീഷണൽ ഒക്കുപ്പേഷൻസിലുള്ള ചേഞ്ചസ്. അതായത് ആദ്യം പണ്ടൊക്കെ എല്ലാവർക്കും കൃത്യമായ ഒരു ജോബായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോരുത്തരും വ്യത്യസ്തമായ ജോബുകളിലേക്ക് തരം തിരിഞ്ഞു. അങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മൈഗ്രേഷൻ പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്താ വെച്ചാൽ കൃത്യമായ മൈഗ്രേഷനോ കമ്മ്യൂണിക്കേഷനോ ഇല്ലാത്തതുകൊണ്ട് ആർക്കും പരസ്പരം ബന്ധം ഉണ്ടാകുന്നില്ല. അതായത് ഇന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുക, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. എവിടെയും പുതിയ ഉണ്ടാവുക എന്നൊക്കെയുള്ള സംഭവമായിരുന്നു. പിന്നെ മൂന്നാമത് കസ്റ്റമറി ചേഞ്ചസ്, അതായത് കുറേ ആചാരങ്ങളിലും ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടായി. അതൊക്കെ ഓരോ എവല്യൂഷൻ്റെ ഭാഗമാണ്. പിന്നെ പ്രിസർവേഷൻ ഓഫ് ഓൾഡ് പ്രാക്ടീസസ്, പണ്ടത്തെ പ്രാക്ടീസൊക്കെ പ്രിസർവ് ചെയ്ത സംഭവങ്ങൾ. പിന്നെ ഗെറ്റിംഗ് ഇൻ ടു ദ ഫോൾസ് ഓഫ് ഹിന്ദുയിസം, അതായത് ഓരോ ഹിന്ദുക്കളിലെ ഓരോ സ്റ്റാറ്റസ്, ഓരോ ട്രൈബ്സിനൊക്കെ കൃത്യമായ റോളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതിന് അടുത്തൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ റോൾ ഓഫ് റിലീജിയസ് എൻതൂസിയാസ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മതകീയമായ ആൾക്കാർക്കുള്ള ഓരോ മതപരമായ ആൾക്കാർക്കുള്ള ഓരോ സംഭവങ്ങൾ. അതായത് അവർ മതത്തിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ ഓരോ അവരിലേക്ക് ഓരോ വിശ്വാസങ്ങളെ ജനങ്ങളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും, അതുപോലെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓരോ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ വ്യൂസ് പറയുന്നുണ്ട്. അതൊക്കെ എന്താ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്തൊക്കെയാ വെച്ചാൽ കാസ്റ്റ് സിസ്റ്റം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഗുരുവിൻ്റെ വ്യൂസ് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രധാന റൈസുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട സംഭവങ്ങളാണ്. അത് അദ്ദേഹം ഗംഗാ സമുദായത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ ജീവിതത്തിലേക്കാണ് അത് താരതമ്യപ്പെടുത്തുന്നത് പറയുന്നത്. അത് അവിടുത്തെ ഏറ്റവും താഴ്ന്ന ആൾക്കാർ, അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൾക്കാർ അവർ ശുദ്രാസായി മാറി. പിന്നെ അവർ അതായത് അവിടെ ഇൻവെൻഷൻ നടത്തിയ ആൾക്കാർ ആര്യൻസ്, അവർ ബ്രാഹ്മിൺസായി മാറി. അങ്ങനെ ഓരോ സംഭവങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെ റിസ്ലിൻ്റെ വ്യൂ ആണ് രണ്ടാമത്തേതാണ്. റിസ്ലു പറയണത് എന്താ വെച്ചാൽ പേർഷ്യയിൽ നിലനിന്നിരുന്ന സംഭവമായിരുന്നു ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് 4 തരംതിരിവുകൾ നടത്തിയിട്ടുള്ളത് പേർഷ്യയിൽ വെച്ചാണ്. അത് ആര്യന്മാർ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്തു. പിന്നീട് അവർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് പറയുന്നത്. പിന്നെ മജുംദാർ പറയുന്നത് എന്താ വെച്ചാൽ പ്രധാനമായിട്ടും 4 ക്ലാസിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 3 ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു വർണ്ണാസിലുണ്ടായിരുന്നത്. പിന്നീട് അത് ഓരോ ദ്രാവിഡിയൻ മെറ്റീരിയലുകളിൽ കടന്നു വന്നപ്പോൾ അവിടെ അതൊരു ആയി മാറി എന്ന് പറയുന്നത്, അതായത് നളനൊക്കെ ആയി മാറി എന്ന് പറയുന്നത്. അതിന് ക്രിറ്റിസിസം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഇൻറ്റഗ്രേഷനിലൂടെ, അതായത് മറ്റുള്ള സംഭവങ്ങൾ, അതായത് പേർഷ്യൻ മെഡിറ്ററേനിയൻ ഇൻ്റർവെൻഷൻസിലൂടെയാണ് ഒരു കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. പക്ഷേ ക്രിറ്റിസിസം പറയുന്നത് ഒരിക്കലും കാസ്റ്റ് സിസ്റ്റം ഒരു നല്ല സംഭവമായിട്ട് റേഷ്യൽ തിയറി ഒരിക്കലും നമ്മൾ കാണാൻ പറ്റില്ല. കാരണം കാസ്റ്റ് സിസ്റ്റം എന്തായാലും അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതാണ്. പിന്നെ 2 റൈസസ് പരസ്പരം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എന്തായാലും സെഗ്രിഗേഷൻ, അതായത് ഒരു ബന്ധങ്ങൾ, അതായത് സെഗ്രിഗേഷൻ ഉണ്ടാകുന്ന പറയുന്നത്. മൂന്നാമത്തെ ഈ കാസ്റ്റിലുള്ള ഓരോ സംഭവങ്ങൾ
അത് തന്നെ ആയിരിക്കും ഈ ക്യാസ്റ്റ് ഹൈപ്പർഗമി, പ്രാക്ടീസ് ഓഫ് ഹൈപ്പർഗമി ഒക്കെ ആയിരിക്കും ക്യാസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതൊക്കെയാണ് അതിൽ പറയണത്. പിന്നെ എവല്യൂഷണറി തിയറി അത് മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് ക്യാസ്റ്റിൻ്റെ രൂപപ്പെടലിൽ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഡെൻസ്ലി ബെസ്റ്റ് എന്ന പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓരോ ക്യാസ്റ്റ് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായ സംഭവമല്ല, അത് കൃത്യമായ ഇടവേളകളിൽ ധാരാളം സമയം എടുത്തുകൊണ്ട് എവല്യൂഷൻ ചെയ്തുകൊണ്ട് ഉണ്ടാകപ്പെട്ടൊരു സാധനമാണ് ക്യാസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അപ്രോച്ചസ് ടു ക്യാസ്റ്റാണ് അടുത്തതായിട്ട് പറയുന്നത്. ക്യാസ്റ്റിൻ്റെ അപ്രോച്ചസ് 2 രൂപത്തിലുള്ള അപ്രോച്ചാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത് ഐഡിയോളജിക്കലാണ്, അതായത് കൾച്ചർ ഹൈറാർക്കിയൽ സംഭവങ്ങളൊക്കെ സിംബോളൈസ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന സംഭവമാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പറഞ്ഞാൽ ഇൻട്രാക്ഷണലാണ്. ഇൻട്രാക്ഷണൽ പറഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചർ പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ, അതൊക്കെ പവർ റിലേഷനെ ബന്ധപ്പെടുത്തിയുള്ളതാണ്. അപ്പോൾ ഈ ഐഡിയോളജിക്കൽ എന്നുള്ള സംഭവത്തിന് അതിൻ്റെ പേര് ആട്രിബ്യൂഷൻ എന്നും അതിന് പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂഷണൽ അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ക്യാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ പറഞ്ഞാൽ അത് മറ്റുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് തികച്ചും വ്യത്യസ്തമായ സംഭവമാണ് ഇന്ത്യയുടെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ക്യാസ്റ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കുറേ ഓരോ നമ്പർ GSQ പറഞ്ഞ ഒരു നമ്പർ ഇട്ടിട്ട് കുറേ കാര്യങ്ങൾ പറയേണ്ടത്. അതെന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയാം. അത് സംഭവം നമുക്ക് മനസ്സിലാക്കാവുന്ന സംഭവങ്ങൾ മെമ്പർഷിപ്പ് ബർത്തിലൂടെയാണ് കിട്ടുക. പിന്നെ ഉയർന്ന ആൾക്കാർ ബ്രാഹ്മിൻസ് ആയിരിക്കും, ബാക്കിയുള്ളവർ അൺടച്ചബിൾ ആയിരിക്കും. പിന്നെ കാസ്റ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും പരസ്പരം. പിന്നെ ട്രഡീഷണൽ ഒക്കുപ്പേഷൻസ് ഉണ്ടാവും ഓരോരുത്തർക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഏകദേശം പറയണത്. അത് ഏകദേശം ഒന്ന് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടത് ഏകദേശം ഒന്ന് നോക്കുക. പിന്നെ രണ്ടാമത്തേതാണ് അടുത്ത പേജിലൊക്കെ അതാണ് ഏകദേശം പറയണത്. പിന്നെ രണ്ടാമത്താണ് ഇൻട്രാക്ഷണൽ അപ്രോച്ച് പറഞ്ഞാൽ. ഇൻട്രാക്ഷണൽ അപ്രോച്ച് പറഞ്ഞാൽ രണ്ടാമത്തെ സംഭവമാണ് ഇൻട്രാക്ഷണൽ അപ്രോച്ച്. അപ്പോൾ അതായത് ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിൽ നമ്മൾ ഇടപഴകുന്ന ഇതിനനുസരിച്ചാണ് ക്യാസ്റ്റ് രൂപപ്പെട്ടിട്ടുള്ളത്. ആ ക്യാസ്റ്റിൻ്റെ അപ്രോച്ചാണ് പറയുന്നത്. അതായത് ക്യാസ്റ്റ് എങ്ങനെയാണ് അതിനെ നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിനെ ഗ്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും മറ്റുള്ളതിനോട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. അതായത് മറ്റുള്ള കാസ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനുള്ള റാങ്കും സംഭവങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മറ്റുള്ള കാസ്റ്റുകളുമായി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് എന്നാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് ഏകദേശം ഒന്ന് വിശദീകരിച്ചെന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അതിനുശേഷം സയൻറ്റിസ്റ്റിനെ വീണാറുണ്ട്. അതായത് ഉറ്റ യൂണിവേഴ്സിറ്റിയിലെ സയൻറ്റിസ്റ്റുകൾ ഏകദേശം 250 ആൾക്കാർ 12 ഡിഫറെൻറ്റ് കാസ്റ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഓല ഇന്ന് മനസ്സിലാക്കിയത് കുറച്ച് ഫൈൻഡിങ്സാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഓല് പറയണത് എന്താണെന്ന് വെച്ചാൽ കാസ്റ്റ് വളരെ അണീക്കായിട്ടുള്ളൊരു വ്യത്യസ്തമായൊരു DNA പ്രൊഫൈല്, ജനറ്റിക്സ് പ്രൊഫൈൽ ഓരോരുത്തരും കൊടുക്കേണ്ടതെന്നാണ്. അത് കാസ്റ്റിലുള്ള ആൾക്കാർ തന്നെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഒരു കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഒരു കൃത്യമായ DNA ഉണ്ടാവും, മറ്റേ കാസ്റ്റിലുള്ളവർക്ക് വേറെ DNA അങ്ങനെ രൂപപ്പെടുത്തലുണ്ടെന്നാണ്. അപ്പോൾ അതിലൊരു കണ്ടെത്തിയൊരു ഫൈൻഡിങ്സാണ് മനുഷ്യൻ്റെ അതായത് ആണുങ്ങളുടെ DNA പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ആവാറില്ല. അതെന്തായാലും ഒരു കാസ്റ്റിലുള്ള ആൾക്കാരെ DNA തന്നെ എല്ലാവരും ഉണ്ടാവുകയെന്ന് പറയുന്നത്. പക്ഷെ പെണ്ണുങ്ങളുടെ DNA ചേഞ്ച് ആവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, ചില സമയങ്ങളിൽ സ്ത്രീകൾ ഉയർന്ന കാസ്റ്റിലുള്ള പുരുഷന്മാരെ കല്യാണം കഴിക്കാറുണ്ട്. അത് അപ്പോൾ എന്താണ് പിതാവിൻ്റെ കാസ്റ്റിലുള്ള ആൾക്കാരായിട്ടാണ് കുട്ടികൾ ജനിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദു കാസ്റ്റിനെ പ്രധാനപ്പെട്ടൊരു സോഷ്യൽ സർട്ടിഫിക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വുമൺ എന്നാണ് മൂന്നാമത്തേത് പറയുന്നത്. പിന്നെ ചേഞ്ചസ് ഇൻ കാസ്റ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി. സൂപ്പർമസി ഓഫ് ബ്രാഹ്മിൻസിൻ്റെ സൂപ്പർമസി നഷ്ടപ്പെട്ടു. പിന്നെ ചേഞ്ചസ് ഇൻ കാസ്റ്റ് ഹൈറാർക്കിയിൽ ചേഞ്ചസ് ഉണ്ടായി. അതായത് ഓരോ ഉയർന്ന ആൾക്കാരാണെന്നുള്ള ചേഞ്ചസ് ഉണ്ടായി. അതൊക്കെ പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ആ
ചേഞ്ചസ് ഉണ്ടായിരുന്നൊക്കെ. പിന്നെ സേഫ് ഗാർഡ്സ് വിത്ത് ദലിറ്റ്സ് ആൻഡ് ഒ ബി സിയും ദലിറ്റ്സിനൊക്കെ ഓരോ ഇതുകളൊക്കെ ഉണ്ടായ മാറ്റങ്ങളും പിന്നെ അവർക്ക് കൃത്യമായ അവകാശങ്ങളൊക്കെ നൽകിയതോടുകൂടി ഒരു സേഫ് ഗാർഡ് ഉണ്ടായി എന്ന് പറയുന്നത്. പിന്നെ ഫങ്ഷണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റാറ്റസിൽ ഫങ്ഷൻ ചേഞ്ചസ് ഇൻ ഫിക്സേഷൻ ഓഫ് സ്റ്റാറ്റസ്, അതായത് ഓരോരുത്തർക്കും കൃത്യമായ സ്റ്റാറ്റസ് നിശ്ചയിച്ച് കൊടുത്തിരുന്നൊക്കെ മാറ്റം ഉണ്ടായി. അതായത് ഒക്കുപ്പേഷൻ ചേഞ്ചസ്, ആൾക്കാർ വ്യത്യസ്തമായ ജോലികൾ ചെയ്യാൻ തുടങ്ങി. സ്പിയർ ഓഫ് കൾച്ചറിൽ വ്യത്യാസം ഉണ്ടായി ആൾക്കാരിൽ. ചേഞ്ചസ് ഇൻ യൂജനിക്സ് പറഞ്ഞാൽ ഓരോരുത്തർക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡുകളിൽ മാറി. അതായത് ഇപ്പോൾ അതായത് ഇന്ന ജാതി തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഓരോ റൊമാൻറ്റിക് സംഭവങ്ങളൊക്കെ രൂപപ്പെട്ട്, അതായത് ലവ് അഫെയർസൊക്കെ വന്നതോടുകൂടി മാറി എന്നുള്ളത്. പിന്നെ കൊമൻസാലിറ്റി പറഞ്ഞാൽ മനുഷ്യന്മാർ പരസ്പരം ഒരു സ്ഥലത്ത് തന്നെ, അതായത് ജനിച്ച സ്ഥലത്ത് തന്നെ നിൽക്കാതെ അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോവുകയും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ഒക്കെ ഈ കാസ്റ്റിനെ സംരക്ഷിക്കുന്നതൊക്കെ പ്രയാസമായി അങ്ങനെ ഉണ്ടായപ്പോൾ. പിന്നെ ആറ്റിറ്റ്യൂഡിലെ ചേഞ്ചസ്, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ അതായത് കാസ്റ്റിനുള്ള ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് ഉണ്ടായെന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആറ്റിറ്റ്യൂഡിന് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടായി, ചേഞ്ചസ് ഉണ്ടായെന്ന് പറയണം. അതിൽ ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ആസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റസ്, ആസ്ക്രിപ്റ്റഡായിട്ടുള്ള സംഭവങ്ങളിലൊക്കെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടു. സസ്പീഷ്യസ് ഓൺ ദ ജസ്റ്റിഫിക്കേഷൻ ഓഫ് കാസ്റ്റ്, അതായത് ഒന്നാം സംഭവം പറയണത് ഈ കാസ്റ്റ് പറഞ്ഞ സംഭവത്തിൽ അതിലെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയണത്. പിന്നെ കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇന്നതാണ് എന്ന് പറഞ്ഞ സംഭവങ്ങളിലൊക്കെ ഒരു ന്യായീകരണങ്ങളിലൊക്കെ ഒരു സംശയങ്ങൾ തോന്നി ആൾക്കാർക്ക്. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ കാസ്റ്റ് സിസ്റ്റം എന്തൊക്കെയാ ചോദിച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷനാണ്, അർബനൈസേഷനാണ്. ഇതൊക്കെ നമുക്ക് അറിയണത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാൻ മതി. ഈ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു വെക്കുക. പിന്നെ വെസ്റ്റേണൈസേഷൻ, യൂറോപ്യൻ വെസ്റ്റിലുള്ള ആചാരങ്ങളും കൾച്ചറൊക്കെ ഇന്ത്യയിൽ വന്നതോടുകൂടി ചേഞ്ചസ് ഉണ്ടായി. പിന്നെ സംസ്കൃതീകരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഹിന്ദു സമൂഹത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റമാണ് സംസ്കൃതീകരണം എന്ന് പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ ആൾക്കാർ പരസ്പരം ജാതികളിൽ നിന്ന് ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ പറ്റുന്ന രൂപത്തിലൊക്കെ വ്യത്യസ്തമായ ഓരോ സംഭവങ്ങൾ കൊണ്ടുവന്നൊരിതാണ് സംസ്കൃതീകരണത്തിൻ്റെ ആചാരങ്ങൾ പറഞ്ഞാൽ. സെക്കുലറൈസേഷനാണ് പിന്നീടുള്ളത്. സെക്കുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന് കൃത്യമായ ഇതുകൾ കൊടുക്കാതെ എല്ലാവരും തുല്യരാണെന്നുള്ളൊരു സംഭവം. പിന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ, അതായത് ഓരോ ഭരണഘടനയും സംഭവങ്ങളൊക്കെ രൂപപ്പെട്ടു. അപ്പോൾ അതിൽ കാസ്റ്റിനൊന്നും തീരെ സ്ഥാനം കിട്ടിയില്ല എന്നൊക്കെ പറയണത്. എഡ്യൂക്കേഷനും, അതായത് പിന്നെ ഓരോ ജാതിക്കും കൃത്യമായ അവകാശങ്ങളും ഇതൊക്കെ നിർണ്ണയിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത്. പിന്നെ റിഫോം മൂവ്മെൻറ്റ്സുകൾ ഉണ്ടായി. അതിൽ ഓരോ തരത്തിലുള്ള മൂവ്മെൻറ്റ്സൊക്കെ പിന്നെ മാറ്റി. പിന്നെ ചേഞ്ചസിൻ്റെ വേൾഡ് വ്യൂ തന്നെ മാറ്റങ്ങളുണ്ടായി. അതൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് സിസ്റ്റം ഡിഫറൻറ്റ് പീരീഡ്സ്, വ്യത്യസ്ത കാലങ്ങളിലാണ് കാസ്റ്റ് സിസ്റ്റം വ്യവസ്ഥയാണത്. അതിപ്പോൾ ഏൻഷ്യൻ്റ് ഏജിൽ എന്താ വെച്ചാൽ അവിടെ വെദിക് പീരീഡ് അങ്ങനെ സംഭവങ്ങളായിരുന്നു. പിന്നെ കാസ്റ്റ് മെഡീവൽ ഏജിൽ മുസ്ലിം റൂളിൻ്റെ ടൈമിലുള്ള കാസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ മൂന്നാമത്തെ മോഡേൺ ഏജ്, അത് ഈ ബ്രിട്ടീഷ് റൂള് അങ്ങനെ സംഭവങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. അത് പ്രധാനമായിട്ടും പറയണത് മോഡേൺ ഏജിലുള്ള കാസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബ്രിട്ടീഷ് റൂളിലെ കാസ്റ്റിൻ്റെ ചേഞ്ചസുകൾ എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ചിന്ത പറഞ്ഞാൽ കാസ്റ്റ് റിഫോർമേറ്റീവായ ചിന്ത ആയിരുന്നില്ല. അവർ ഇന്ത്യ ഭരിക്കാനുള്ള ചിന്തയായിരുന്നു. പക്ഷേ അതിലൂടെ അവർ കാസ്റ്റിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പ്രീ ഇൻഡസ്ട്രിയൽ ബ്രിട്ടീഷ് റൂള് എന്താ വെച്ചാൽ കാസ്റ്റ് പഞ്ചായത്തിൻ്റെ ഇതുകളൊക്കെ നഷ്ടപ്പെട്ടു. അതായത് കാസ്റ്റ് പഞ്ചായത്ത് എന്ന സിസ്റ്റം ഒഴിവായി, ഡിക്ലൈനായി. പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ലെജിസ്ലേഷൻ, അതായത് ഓരോ സംഭവങ്ങൾ പിന്നീട് രൂപപ്പെട്ടു. അതിനെതിരുള്ള ആക്ടുകളൊക്കെ രൂപപ്പെട്ടു. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രാജാ റോമാൻ റോയ് ബ്രഹ്മസമാജം ഉണ്ടാക്കി. പിന്നെ റാണയുടെ പ്രാർത്ഥന സമാജം ഉണ്ടാക്കി. സ്വാമി ദയാനന്ദ ഒരു ആര്യ സമാജം ഉണ്ടാക്കി. അങ്ങനെ വിവേകാനന്ദ ഒരു രാമകൃഷ്ണ മിഷൻ 1897 ഉണ്ടാക്കി. അതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. പിന്നെ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ഐഡിയാസ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും വെസ്റ്റേൺ ഐഡിയാസൊക്കെ വന്നതോടുകൂടി ഡെമോക്രസി, ലിബറലൈസേഷൻ എന്നൊക്കെ സംഭവങ്ങളൊക്കെ ആളിലേക്ക് എത്തി. അതൊക്കെ ഇതിനെ ബാധിച്ചു. പിന്നെ ബർത്ത് ഓഫ് ബാക്ക്വേർഡ് കാസ്റ്റസ് മൂവ്മെൻറ്റ്, അതായത് ബാക്ക്വേർഡ് കാസ്റ്റുകൾ ദളിതരൊക്കെ സ്വയം മൂവ്മെൻറ്റുമായി മുന്നോട്ട് വന്നപ്പോൾ അതൊക്കെ കാസ്റ്റിനെ ബാധിച്ചിട്ടുണ്ട്.
പിന്നെ ഈ ഇൻഡിപെൻഡൻറ്റ് ഇൻഡസ്ട്രിയൽ പീരീഡിൽ എന്തൊക്കെ ഉണ്ടായി വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷൻ കാസ്റ്റ് ബേസ് ഒക്കുപേഷൻ കാസ്റ്റ് ബേസ് ആയിട്ടുള്ള ജോലികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അർബനൈസേഷൻ വന്നതോടെ ജനങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തെന്ന് പറയുന്നത്. പിന്നെ ഫ്രീഡം മൂവ്മെൻ്റൊക്കെ ഗാന്ധിജീൻ്റെ നന്നായി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നതാണ് കാസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലുണ്ടായ കാസ്റ്റിൻ്റെ ചേഞ്ചസ് എന്താ വെച്ചാൽ ട്രഡീഷണൽ ഫീച്ചേഴ്സ് കാസ്റ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ ചേഞ്ചസ് ഉണ്ടായി. എൻഡോഗമി ആയാലും ഹെറിഡിറ്ററി ജോബ്സ് ആയാലും അങ്ങനത്തെ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ എല്ലാ സംഭവങ്ങളിലും ചേഞ്ചസ് ഉണ്ടായെന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ ചേഞ്ചസ് ആൻഡ് റോൾ ഓഫ് കാസ്റ്റിൻ്റെ റോളിൽ ചേഞ്ചസ് ഉണ്ടായി. അതായത് അതിലെന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായെന്നാണ്. അത് കാസ്റ്റ് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായെന്ന് വെച്ചാൽ അവർ ഓർഗനൈസേഷനായി രൂപപ്പെട്ടു. അതായത് അവർ കാസ്റ്റുകളിൽ നിന്ന് ആൾക്കാരെ വ്യതിചലിച്ചപ്പോൾ കാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ, അതായത് കാസ്റ്റ് പാലിക്കുന്ന ആൾക്കാർ കൃത്യമായ ശക്തമായ ടീമായി മാറി. അങ്ങനെ ഓർഗനൈസേഷനുകൾ രൂപപ്പെട്ടു. പിന്നെ പൊളിറ്റിക്കൽ റൂൾ ഓഫ് കാസ്റ്റ് പറഞ്ഞാൽ കാസ്റ്റിന് കൃത്യമായ പൊളിറ്റിക്സിൽ കൃത്യമായ ഇതുണ്ട്. അതായത് ഓരോ ലിംഗായത്ത് സമുദായം അങ്ങനത്തെ ഓരോ സമുദായങ്ങളൊക്കെ കാസ്റ്റ് ബേസ്ഡായിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഓരോ ഭരണത്തിലേറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള പ്രൊട്ടക്ഷനൊക്കെ കിട്ടി എന്നൊക്കെ പറയുന്നത്. പിന്നെ വെസ്റ്റേണൈസേഷന് രൂപപ്പെട്ടു. പിന്നെ ബാക്ക്വേർഡ് ക്ലാസ്സസ് മൂവ്മെൻറ്റ് ഇതൊന്നും നേരത്തെ പറഞ്ഞത്. പിന്നെ കോമ്പറ്റീറ്റീവ് റൂൾ ഓഫ് കാസ്റ്റ്, അതായത് കാസ്റ്റുകൾ പരസ്പരം തന്നെ ഒരു കോമ്പറ്റീറ്റീവ് റൂളുകൾ ഉണ്ടായി പരസ്പരം അവർ തമ്മിൽ തന്നെ ഒരിടയിൽ തന്നെ. അതായത് അവർക്ക് മുൻഗണന കിട്ടണം എന്നുള്ള രൂപത്തിൽ അവരത് പരസ്പരം മത്സരിച്ചു എന്ന് പറയുന്നത്. ന്യൂ അറ്റംപ്റ്റ് ടു സ്ട്രെങ്തൻ കാസ്റ്റ് ലോയാലിറ്റി, കാസ്റ്റ് ഐഡൻറ്റിറ്റി, കാസ്റ്റ് പാട്രിയോട്ടിസം അങ്ങനത്തെ പുതിയ സംഭവങ്ങളൊക്കെ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏകദേശം പാഠം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.